ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. സ്ഥാപിതമായ വർഷം 1969. ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂർ. ഇനി ആരായിരുന്നു ISROയുടെ ആദ്യ ചെയർമാൻ? ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് തന്നെ? വിക്രം സാരാഭായ്. അപ്പൊ ISROയുടെ ആദ്യ ചെയർമാനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? വിക്രം സാരാഭായ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 12 ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 12 ആണ്. ഈ ഓഗസ്റ്റ് 12 ആണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. ഓക്കെ, ഇനി നിലവിലെ ISROയുടെ ചെയർമാൻ ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണിത്. അത് ഡോക്ടർ കെ ശിവനാണ്. ഡോക്ടർ കെ ശിവൻ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? കെ ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെ? കെ ശിവൻ. അപ്പൊ ഇത്രയും പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. 1969 സ്ഥാപിതമായി. അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂർ ആസ്ഥാനം. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അതേപോലെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവും ആര് തന്നെ? വിക്രം സാരാഭായ്. നിലവിലെ ISROയുടെ ചെയർമാൻ റോക്കറ്റ് മാൻ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ കെ ശിവൻ. അടുത്തത് ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി ഏതാണ്? ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് VSSC, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം തുമ്പ. ഓക്കെ, അപ്പൊ ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് VSSC. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തുമ്പ, തിരുവനന്തപുരം. ഓക്കെ, ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഫാക്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അത് തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അത് തുമ്പയാണ്. ഓക്കെ, ഇനി VSSCയുടെ ഉത്തരവാദിത്തമാണ് റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളത്. ഓക്കെ, ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി ഏതാണ്? VSSC ആണ്. അപ്പൊ VSSCയുടെ ഉത്തരവാദിത്തം എന്താണ്? അത് റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇതൊന്ന് കണക്ട് ചെയ്തിടുക. ഏതാ? ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പയിൽ സ്ഥിതി ചെയ്യുന്നു. തിരിഞ്ഞു പോകും, കാരണം സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിടുക. VSSCയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന റോക്കറ്റ് നിർമ്മിക്കുക. VSSC എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പയിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇത് ഓർത്തിരിക്കുക. എന്താണ്? ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് തന്നെയാണ്? എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടേക്ക്. അടുത്തത് ISROയുടെ ഏറ്റവും പുതിയ വാണിജ്യ വിഭാഗമാണ് ഏത്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂരാണ്. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഇനി ഈ വർഷം 2020 നടന്ന പരീക്ഷകളിൽ കണ്ട ഒരു ചോദ്യമാണ് ഇത്. ISROയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് 2 പരീക്ഷയിൽ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുലശേഖര പട്ടണത്താണ്. എവിടെയാണ്? തൂത്തുക്കുടി, തമിഴ്നാട്. ISROയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കുലശേഖര പട്ടണത്താണ്. എവിടെ? തൂത്തുക്കുടി, തമിഴ്നാട്. കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ കുലശേഖര പട്ടണമായിരുന്നു ഓപ്ഷനിൽ. ചിലപ്പോൾ അത് തൂത്തുക്കുടി ആയിരിക്കും ഇനി വരാൻ സാധ്യത, അല്ലെങ്കിൽ തമിഴ്നാടെന്ന് കാണും. ഇത് മൂന്നും ഓർത്തിരിക്കുക. കുലശേഖര പട്ടണം, തൂത്തുക്കുടി, തമിഴ്നാട്, ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കൺഫ്യൂസിംഗ് ഫാക്ട് നമുക്ക് ഒന്നുകൂടെ ഞാനൊന്ന് പറയുകയാണ്. അതായത് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ഞാനിപ്പോ അത് പറഞ്ഞു, അത് തുമ്പയാണ്. ഇത് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? VSSCയെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇത് തുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? റോക്കറ്റ് നിർമ്മിക്കുക എന്നാണ്.
ആ ഒരു ബേസ് വെച്ചിട്ട് VSSCയുടെ ആസ്ഥാനം തുമ്പയായത് കൊണ്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും തുമ്പയിലാണ് എന്ന് മനസ്സിലാക്കി ഒന്ന് കണക്ട് ചെയ്തിട്ടേക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് തന്നെ പഠിക്കണം. അതാണ് ശ്രീഹരിക്കോട്ട. അപ്പൊ കഴിഞ്ഞ ലെസണിൽ നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന കാര്യം പറഞ്ഞു. എല്ലാം ശ്രീഹരിക്കോട്ട തന്നെയാണ്. കാരണം എന്താ? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണേത്? ശ്രീഹരിക്കോട്ട. പഴയ ചോദ്യ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഏതാണ്? അത് ഏത് തന്നെയാണ്? ശ്രീഹരിക്കോട്ട തന്നെയാണ്. ഓക്കെ, അപ്പം ശ്രീഹരിക്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശില് നെല്ലൂർ. ആന്ധ്രാപ്രദേശ് നെല്ലൂർ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, VSSC വെച്ച് കണക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ് നെല്ലൂർ. ഇനി ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? അത് ചാന്ദിപ്പൂർ ആണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂർ, ഒഡീഷ. ചാന്ദിപ്പൂർ, ഒഡീഷ. ഇതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അബ്ദുൽ കലാം ദ്വീപ് അല്ലെങ്കിൽ അബ്ദുൽ കലാം ഐലൻഡ് എന്ന പേര് കൊടുത്തത്. അപ്പൊ റീസെന്റ് ആയിട്ട് അബ്ദുൽ കലാം ഐലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ, ചാന്ദിപ്പൂർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ഓക്കെ, മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂർ. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്? 1975 സോവിയറ്റ് യൂണിയന്റെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയന്റെ ബെയ്ക്കനൂരിലുള്ള വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ആര്യഭട്ട 1975 വിക്ഷേപിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഭാസ്കര 1. പ്രത്യേകത, ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവും ഏത് തന്നെയാണ്? ഭാസ്കര 1 ആണ്. ഭാസ്കര 1 ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അത് ഭാസ്കര 1 ആണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവും. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച, ഇത് അടിവരയിട്ട് പഠിക്കുക, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അത് രോഹിണിയാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണി. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അത് ആര്യഭട്ടയാണ്. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം, ഈ രോഹിണിയെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെയാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിക്കാം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച കാരണം നമുക്ക് ഇന്ത്യയില് ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമേ ഉള്ളൂ. ഏതാണ്? ശ്രീഹരിക്കോട്ട. അപ്പൊ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും വിക്ഷേപിച്ചിരിക്കുന്നത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണിയാണെങ്കിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹവും ഏത് തന്നെയാണ്? അത് രോഹിണി തന്നെയാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഏത്? ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? അതാണ് ആപ്പിൾ. ഏരിയ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. അതാണ് ആപ്പിളിന്റെ എക്സ്പാൻഷൻ. APPLE, ആപ്പിൾ. ഏരിയ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിരിക്കേണ്ട, ഈ ഒരു ടേം മാത്രം കൊടുത്തിരുന്നാൽ മതി. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണെന്നുള്ളത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. ഇൻസാറ്റ് 1A, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇൻസാറ്റിന്റെ എക്സ്പാൻഷൻ ആണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം, ചോദിച്ച ചോദ്യമാണ്, അത് ഇൻസാറ്റ് 2A ആണ്. ഇന്ത്യയുടെ ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 1A ആണ്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A. ഓക്കെ, അപ്പൊ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം എല്ലാം ഏതാണ്? ഭാസ്കരയാണ്. ഭാസ്കര 1. അടുത്തത്, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം
ഏതാണ്? രോഹിണി. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 1A. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 2A. ഇനി സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? അതാണ് ഓഷ്യൻ സാറ്റ്. സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ്. ഇത് കണക്ട് ചെയ്യാൻ എളുപ്പം. എന്താ? സമുദ്രവും ഓഷ്യനും ഇത് കണക്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പൊ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഓഷ്യൻ സാറ്റ്. ഓക്കെ, ഇനി അടുത്തത് പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ഡിഫൻസ് ആവശ്യങ്ങൾക്കായിട്ട് ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് GSAT-7. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം GSAT-7. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ്? അതാണ് GSAT-11. വലിയ പക്ഷി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. GSAT-11 വലിയ പക്ഷി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11 വലിയ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കലാംസാറ്റ് V2. പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് ഏത്? കലാംസാറ്റ് V2. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നിർമ്മാതാവിന്റെ പേര് പറഞ്ഞായിരുന്നു സ്പേസ് കിഡ്സ് ഇന്ത്യ, ചെന്നൈ. ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. അത് പഠിക്കാൻ എളുപ്പമോ? വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഇംഗ്ലീഷ് നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി. എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം എഡ്യൂസാറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് ഏത്? എഡ്യൂസാറ്റ്. ഇത് ചോദിച്ച ചോദ്യമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അടുത്തത് ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ. അതാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. ഇതും കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, കാർട്ടോസാറ്റ്. ആരാണ് കാർട്ടോഗ്രാഫർ? വൺ ഹൂ പ്രിപ്പയർസ് മാപ്പ് അല്ലെ? ഭൂപടം നിർമ്മിക്കുന്ന ആളല്ലേ കാർട്ടോഗ്രാഫർ. ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതും പിക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. ഓക്കെ, ഇത് ഈ പറയുന്ന ഫാക്ട് ഒക്കെ PSCക്ക് ചോദിച്ച ഫാക്ടുകളാണ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് പര്യവേഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവരം ശേഖരിക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതാണ്? പര്യവേഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവരം ശേഖരിക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS ഉപഗ്രഹങ്ങൾ. ഓക്കെ, അടുത്ത ഫാക്ട് നോക്കുക. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ആണ് ഏത്? കാർട്ടോസാറ്റ് 2. ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്